ത്തിൽ സഹോദരങ്ങളെ, ഇന്ന് ഏറ്റവും കൂടുതൽ പലപ്പോഴും ആളുകൾ വിളിച്ചു പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നത് മുഹയ്യദ്ദീൻ ശൈഖിനെയാണ്. കാരണം മുഹയ്യദ്ദീൻ മാലയായും അതേപോലെ തന്നെ മുഹയ്യദ്ദീൻ മൗലിദായും ഖുതുബിയത്തായും പ്രത്യേകിച്ചും ഈ ഒരു മാസത്തിൽ റബീഉൽ ആഖിറിൽ ഓരോ മാസത്തിലും ഓരോരോ വകുപ്പുകൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് മുസ്ലിം സമൂഹത്തെ ചൂഷണം ചെയ്യാൻ. കഴിഞ്ഞ ഒരു മാസക്കാലം മങ്കൂസും ഷറഫുൽ അനാബുമായിരുന്നു. ഈ മാസം മുഹയ്യദ്ദീൻ ശൈഖിന്റെ പേരിൽ ഖുതുബിയത്തുകളും അതേപോലെ തന്നെ മുഹയ്യദ്ദീൻ മൗലിദും പിന്നെ കാര്യമായി ഇവർ കൊണ്ടു നടക്കുന്ന ഒന്നാണ് ജലാലിയ റാത്തീബ്. ആ ജലാലിയ റാത്തീബ് മുഹയ്യദ്ദീൻ ശൈഖിന്റെ ഖാദിറിയ ത്വരീഖത്തിൽ ചേരുന്ന ആളുകളും ചൊല്ലാനുള്ള ദിക്റായിക്കൊണ്ട് ശൈഖിനോടുള്ള ബഹുമാനമായിക്കൊണ്ട് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ചൊല്ലിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ചില സ്ഥലങ്ങളിലൊക്കെ വെള്ളിയാഴ്ചകളിൽ, ചില സ്ഥലങ്ങളിൽ വ്യാഴാഴ്ചകളിൽ, ചില സ്ഥലങ്ങളിൽ 2 ആഴ്ച കൂടുമ്പോൾ മഹല്ലിലെ ആളുകളെ ഒരുമിച്ച് കൂട്ടിയിരുത്തിക്കൊണ്ട് മുസ്ലിയാക്കന്മാർ ചൊല്ലുന്ന, എന്നിട്ട് അതിൻ്റെ പേരിൽ ഈ സമൂഹത്തെ ചൂഷണം ചെയ്യുന്ന ഒരു സംഗതിയാണ് ജലാലിയ റാത്തീബ്. ആളുകൾക്ക് എന്തേ വേണ്ടുള്ളൂ, അതിപ്പോൾ അറബിയിലാണ്, ചൊല്ലിയാൽ മതി, നമ്മൾ അത്ര ചിന്തിക്കുന്നുള്ളൂ. പക്ഷെ ഗൗരവം മനസ്സിലാക്കുന്നില്ല. ഇത് തെറ്റാന്ന് നമ്മൾ പറഞ്ഞാലോ, കണ്ടോ ഔലിയാക്കന്മാരെ തള്ളിപ്പറയാണ്, മഹാത്മാക്കളെ തള്ളിപ്പറയാണ്. അല്ല സഹോദരന്മാരെ, ഔലിയാക്കന്മാരെ ബഹുമാനിക്കണം, ഔലിയാക്കന്മാരെ സ്നേഹിക്കണം. മൻ ആദാലി വലിയൻ ഫഖദ് ആദൻതു ബിൽ ഹർബ്. അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാരോട് വല്ലവനും ശത്രുത കാണിച്ചാൽ അവനോട് അള്ളാഹു തആല യുദ്ധം പ്രഖ്യാപിക്കുന്നു നാം. കാരണം അള്ളാഹുവിൻ്റെ ഇഷ്ടപ്പെട്ട ആളുകളാണ് അള്ളാഹിൻ്റെ ഔലിയാക്കന്മാർ. അവരെ ബഹുമാനിക്കണം, അവരെ സ്നേഹിക്കണം, അവരെ ആദരിക്കണം. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചൊരു കാര്യമുണ്ടല്ലോ, അതിര് കവിയാൻ പാടില്ല. അതിര് കവിയലാണ് ഓരോ കാലഘട്ടത്തിലെയും ആളുകൾ ശിർക്കിലേക്ക് കൂപ്പുകുത്തുവാനുള്ള കാരണം. ആ അതിര് കവിയൽ അല്ല, അതിനും അപ്പുറമാണ് ഈ പറയുന്ന ജലാലിയ റാത്തീബിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. നോക്കൂ നിങ്ങൾ, എന്താ ഇതിൽ ചൊല്ലുന്നത്? ഹാലിറു യാ ഹാലിറു മുഹയ്യിദ്ദീനി ഹാലിറു, ഹാലിറു യാ ഹാലിറു മുഹയ്യിദ്ദീനി ഹാലിറു. ഹാലിറായിട്ടുള്ള മുഹയ്യിദ്ദീൻ ശൈഖ്, ഹാലിറായ മുഹയ്യിദ്ദീൻ ശൈഖ്, ഹാലിറായ മുഹയ്യിദ്ദീൻ ശൈഖ്. ഇത് പുണ്യം കിട്ടുന്നു. ആര് പറഞ്ഞ്? വെറുതെ സമയം കളയാന്നല്ലാണ്ട്. അതിന് കൊടുത്ത കായും പോയി, ഗോയും പോയി. പരലോകം നഷ്ടപ്പെടും, ഇഹലോകം നഷ്ടപ്പെടും. ഒരു മനുഷ്യൻ വെറുതെ രാത്രി നിന്നിട്ട് മുഹയ്യിദ്ദീൻ 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 എന്ന് പറഞ്ഞാൽ എന്ത് പ്രതിഫലം കിട്ടാനാ? ഇത് സുന്നത്തിയമായത്ത എന്നിട്ട് പറയുന്ന കാര്യം എന്താണ്? കേട്ടോളൂ. യാ സുൽത്താനൽ ഔലിയ യാ മുഹയ്യിൽ ലയാലിയ അഹ്സിൻ ബിൽ ഗീനാലിയ മുഹയ്യിദ്ദീനി ഹാലിറു. യാ സുൽത്താനൽ ഔലിയ, അല്ലയോ ഔലിയാക്കന്മാരുടെ സുൽത്താനായ മുഹയ്യിദ്ദീൻ ശൈഖ്. യാ മുഹയ്യിൽ ലയാലിയ, രാത്രികൾക്ക് ജീവൻ നൽകുന്ന മുഹയ്യിദ്ദീൻ ശൈഖ്. ഓരോന്നിലേക്ക് പോകുമ്പോൾ ഓരോ കോലത്തിലാണ് വരിക. ചിലത് പറ്റ അള്ളാഹിന്റെ അസ്മാ സിഫാത്തുകളിൽ ശിർക്ക്, അള്ളാഹിന്റെ റുബൂബിയത്തിൽ ശിർക്ക്, ഉലൂഹിയത്തിൽ ശിർക്ക്. മാല തൊട്ടാൽ ശിർക്കിന്റെ വരികളാണ് വരുന്നത്. മുസ്ലിം സമൂഹത്തിനാണെങ്കിലോ ശിർക്കിന്റെ ഗൗരവം പഠിപ്പിച്ചു കൊടുത്തില്ല. ഈ ഉമ്മത്തിൽ ശിർക്ക് വരൂല എന്നാ പഠിപ്പിച്ചു കൊടുത്തത്. ഈ ഉമ്മത്തിൽ ശിർക്ക് വരൂല എന്നാ പഠിപ്പിച്ചു കൊടുത്തത് ഉസ്താദുമാര്. അതുകൊണ്ട് തന്നെ എന്തും ചെയ്യാലോ. ഇത് അപകടമാ സഹോദരങ്ങളെ. പിന്നെ പറഞ്ഞ കാര്യം എന്താണെന്നറിയോ? അഹ്സിൻ ബിൽ ഗിനാലിയ, എന്നെ ധന്യത കൊണ്ട് നന്നാക്കണേ എന്നാ പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് അവനോടും നിങ്ങൾ ധന്യത കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കാനാണ്. അല്ലാഹു മക്ഫിനി ബി ഹലാലിക വഅഗ്നിനി ബി ഫദ്ലിക അമ്മൻ സിവാക് എന്ന് പ്രാർത്ഥിക്കാനാണ് പഠിപ്പിച്ചത്. അതിന് പകരം ഇവിടെ പറയുന്നത് എന്താണ്? മുഹയ്യിദ്ദീൻ ശൈഖിനോട് ചോദിക്കാനാ. പിന്നെയോ അദ്ദേഹത്തോട് പറയാണ്, ഹാദിൽ വറാ സ്വാദിറു ഫിൽ കിറാമി ഖാദിറു ഹാലിറു യാ ഹാലിറു മുഹയ്യിദ്ദീനി ഹാലിറു യാ ഗൗസൽ ഖലായിഖി മഅദീന ദഖായിഖി യാ കൻസൽ ഹഖായിഖി മുഹയ്യിദ്ദീനി ഹാലിറു ശൈഖൽ കുല്ലി ഖുദുബി ഐ ദീനാനി മശ്ഹദിൻ ഹൈ ഹബ്താലാനൽ ഹൂബി ശൈ മുഹയ്യിദ്ദീനി ഹാലിറു. കണ്ടോ? എല്ലാറ്റിൻ്റെയും ശൈഖായ മുഹയ്യിദ്ദീൻ ശൈഖ്, നിങ്ങൾ ഞങ്ങളുടെ കൈ പിടിക്കണേ. എല്ലാ സൃഷ്ടികളുടെയും കൗസും സഹായിയായും അസഹായിയുമായ മുഹയ്യിദ്ദീൻ ശൈഖ്, നിങ്ങൾ ഞങ്ങളെ സഹായിക്കണേ, ഞങ്ങളുടെ കൈ പിടിക്കണേ. എന്നിട്ടോ ആ ശൈഖിനോട് അവസാനം പറയാണ്, ഫമൻ ഇലൈഹിൽ തജാ യജ്നി കുല്ലമാ റജാ വഅന്നഹുവാലിൻ നജാ മുഹയ്യിദ്ദീനി ഹാലിറു. ആരെങ്കിലും മുഹയ്യിദ്ദീൻ ശൈഖിലേക്ക് അഭയം തേടിയാൽ യജ്നി, അവന് പറിച്ചെടുക്കാൻ സാധിക്കും കുല്ലമാ റജ, അവൻ ആഗ്രഹിച്ചതൊക്കെ.
എന്ന് പറഞ്ഞാൽ മുഹിയുദ്ദീൻ ഷെയ്ഖിൽ അഭയം തേടിയാൽ അവൻ രക്ഷപ്പെട്ടു, എല്ലാം നേടാൻ കഴിയും. അള്ളാഹ് പറഞ്ഞത് അള്ളാഹുവിൽ അഭയം തേടിക്കും രക്ഷപ്പെടാൻ കഴിയുന്ന ആ അള്ളാഹ് പറഞ്ഞ എന്തൊരാശയമുണ്ടോ അതിനെതിരെ മുസ്ലിം സമൂഹത്തെ ശിർക്കിലേക്ക് കൊണ്ടുപോകുന്നു. സുന്നത്തി ജമാഅത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട്, അമ്പിയാക്കളെയും ഔലിയാക്കളെയും മഹാത്മാക്കളെയും സ്നേഹിക്കുക എന്ന പേര് പറഞ്ഞുകൊണ്ട്. എന്നാ സഹോദരങ്ങളെ, ഇതേ മുഹയ്യദ്ദീൻ ഷെയ്ഖ് റഹ്മത്തുള്ളാഹി അലൈഹി, ഇതിപ്പോൾ അദ്ദേഹത്തെ കുറിച്ച് ഇല്ലാത്തത് എഴുതിയുണ്ടാക്കിയതാണ്. യഥാർത്ഥ മുഹയ്യദ്ദീൻ ഷെയ്ഖ് അദ്ദേഹത്തിന്റെ കിതാബായ അൽ ഫത്ഹുർ റബ്ബാനി വൽ ഫൈദുർ റഹ്മാനി എന്ന ഗ്രന്ഥത്തിൽ പറയുന്നത് കേട്ടോളൂ. മുഹയ്യദ്ദീൻ ഷെയ്ഖ് പറയാണ്, യാ മൻ യശ്കു ഇലൽ ഖൽഖി മസ്വാഇബഹു, സൃഷ്ടികളോട് തന്റെ പ്രയാസങ്ങൾ പറയുന്ന മനുഷ്യ, ഈശ് യൻഫഉക, എന്ത് ഉപകാരമാ നിനക്ക് നൽകുക, ശിക്കുവാക്ക നിന്റെ ആ പരാതി. നിങ്ങൾ പറയുന്നില്ലേ, ഇർതകബ്തു അലൽ ഖത്വ ഗൈറ ഹസിരിൻ വഅദദ് ലക അശ്കു ഫീഹി യാ സയ്യിദി ഖൈറൻ നബി, എൻ്റെ പാപങ്ങളും പ്രയാസം എൻ്റെ കുറ്റങ്ങളുമെല്ലാം റസൂലേ അങ്ങയോട് ഞാനിതാ പരാതി പറയുന്നു എന്ന് സൃഷ്ടിയായ പ്രവാചകനോട് പറയുന്നില്ലേ? അങ്ങനെയുള്ള പരാതികളെ കുറിച്ചാണ് ഷെയ്ഖ് പറയുന്നത്. സൃഷ്ടികളോട് പരാതി പറയുന്ന മനുഷ്യരെ, നിനക്ക് എന്ത് ഉപകാരം കിട്ടും? ലാ യൻഫഊനക വലാ യദുറൂനക, ഒരു ഉപകാരം ചെയ്യാനും ഉപദ്രവം ചെയ്യാനും അവരെ കൊണ്ടാവുകയില്ല. വൈദഅതമദത അലൈഹിം, നീ അവരിൽ അവലംബമർപ്പിച്ചാൽ, വഅശറകത ഫീ ബാബിൽ ഹഖി, അള്ളാഹുവിന്റെ കടമയിൽ നീ ശിർക്ക് വരുത്തുകയും ചെയ്താൽ, യുബഇദൂനക, അവർ നിന്നെ അകറ്റുകയാണ് ചെയ്യുന്നത്. വഫീ സഖതിഹി യുഖിഊനക, അള്ളാഹുവിന്റെ കോപത്തിലേക്ക് നിന്നെ കൊണ്ടുപോയി അത് തള്ളും. മാത്രമല്ല അള്ളാഹുവിനും നിനക്കും ഇടയിൽ മറവരുക ചെയ്യാം. അതുകൊണ്ട് അന്ത യാ ജാഹിൽ, എടോ ജാഹിലേന്ന് മുഹയ്യദ്ദീൻ ഷെയ്ഖ് പഹാരയെ വിളിക്കണത്. എടോ ജാഹിലേ, തബ്ദഇൽ ഇൽമ, നീ വലിയ ഇൽമുള്ളവനാന്ന് വാദിക്കുന്നു. നിങ്ങൾ പറയും ഞങ്ങൾ ഖമറുൽ ഉലമയാണ്, നജ്മുൽ ഉലമയാണ്, സുൽത്താനുൽ ഉലമയാണ്, അങ്ങനെ എല്ലാ ഇൽമും നിങ്ങളുടെ കയ്യിലാണ് എന്ന് നീ വാദിക്കുന്നു. മിൻ ജുംലത്തിൻ ജഹിലിക ബിശിക്വാക ഇലൽ ഖൽഖ്, സൃഷ്ടികളോട് പരാതി പറഞ്ഞാൽ അത് ശിർക്കാന്ന് പോലും അറിയാത്ത നീ എങ്ങനെയാണോ വലിയ ഇൽമു വാദിക്കുന്നത് എന്നാ മുഹയ്യദ്ദീൻ ചോദിക്കുന്നത്. ആ സത്യത്തിലേക്കൊന്ന് വന്നുകൂടെ? മുഹയ്യദ്ദീൻ ഷെയ്ഖിന്റെ പേരിൽ നമ്മൾ ഉണ്ടാക്കി തിന്നാൻ മാത്രം പോരല്ലോ. ഒന്ന്, അടുത്തത് കേട്ടോ, ഇസ്തഗ്ഹിസ് ബില്ലാഹി അസ്സ വജല്ല, നീ റബ്ബിനോട് സഹായം തേടിക്കോ. വസ്തഇൻ ബിഹി, ആ റബ്ബിനോടാകട്ടെ നിന്റെ സഹായാഭ്യർത്ഥന. അലാ ഹൗലാഇൽ അഅദാഇ, ശത്രുക്കൾക്കെതിരെ. ഫഇന്നഹു യുഗീസുക, ആ റബ്ബ് നിന്നെ സഹായിക്കുമെന്ന് പറയുമ്പോൾ നമ്മൾ പറയാ ഷെയ്ഖെ സഹായിക്കണേ, നിങ്ങളാ ശത്രുക്കളെതിരെ സഹായിക്കേണ്ടത്. ഷെയ്ഖിന്റെ ആദർശം സ്വീകരിച്ചിട്ടില്ല. മാത്രമല്ല അദ്ദേഹം വീണ്ടും തുടരുകയാണ്, ഇദാ കാന ഹുവൽ ഫാഇലു അലൽ ഹഖീഖതി, അല്ലാഹുവാണ് കാര്യങ്ങളൊക്കെ അക്ഷരാർത്ഥത്തിൽ ചെയ്യുന്നത് എങ്കിൽ, ഫലിമ തർജിഊന ഇലൈഹി ഫലിമ ലാ തർജിഊന ഇലൈഹി ഫി ജമീഇ ഉമൂരിക്കും, എന്തുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങളിൽ അല്ലാഹുവിലേക്ക് മടങ്ങുന്നില്ല? എന്തിലേക്ക് നമ്മൾ അങ്ങോട്ടാ മടങ്ങുക? ദർഗയിലേക്ക്. ഹജ്ജിന് പോകുക അള്ളാഹിന്റെ തൗഫീഖ് കൊണ്ട്. അപ്പൊ കേരളത്തിനകത്തും പുറത്തുമുള്ള സകല ദർഗ സന്ദർശിച്ചിട്ട് അവിടെയൊക്കെ പൈസ ഇട്ടിട്ടേ പോകുള്ളൂ. പോയി വന്നാലോ, ഹജ്ജ് കഴിഞ്ഞ് വന്നാലോ അപകടമൊന്നും പറ്റാണ്ട് തിരിച്ചെത്തി ഇനി എല്ലാ ദർഗയും ഒന്നുകൂടി സന്ദർശിക്കുക അല്ലേ? എന്തെല്ലാം അബദ്ധമാ മുസ്ലിം സമൂഹം കാണിച്ചു കൂട്ടി വെക്കുന്നത്. അതാ ഷെയ്ഖ് ചോദിക്കുന്നത്, അള്ളാഹുവാണ് എല്ലാം ചെയ്യുന്നതും എല്ലാം ചെയ്തു തരുന്നതും എങ്കിൽ പിന്നെ എന്തിനാണ് നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ അവനല്ലാത്തവരിലേക്ക് തിരിച്ചുവിടുന്നത്? എന്തുകൊണ്ട് നിങ്ങൾ തൗഹീദിനെ മുറുകെ പിടിക്കുന്നില്ല നിങ്ങളുടെ ജീവിതത്തിന്റെ ഓരോ ഘട്ടങ്ങളിലും എന്ന് ആവർത്തിച്ചുകൊണ്ട് ഷെയ്ഖ് ചോദിക്കുകയാണ്. മാത്രമല്ല അദ്ദേഹം പറയാണ്, വക്കിലിൽ ഹവായിജ കുല്ലഹാ ഇലല്ലാഹ്, നിന്റെ എല്ലാ കാര്യങ്ങളും അള്ളാഹുവിലേക്ക് നീ ഏൽപ്പിക്ക്. വീട് വിട്ട് ഇറങ്ങിപ്പോകുമ്പോൾ അവിടെ അസ്മാഉൽ ബദ്രീനുണ്ട്, ബദ്രീങ്ങളെ പേര് എഴുതി വെച്ചിട്ടുണ്ട്. ഇനി എനിക്കൊന്നും പേടിക്കാനില്ല, അവിടെ തവക്കുലാക്കിയിട്ടല്ല. അവിടെ ഐക്കലിയന് ശരീരത്തിലുണ്ട്, ഇനി എനിക്കൊന്നും പേടിക്കാനില്ല, അവിടെ തവക്കുലാക്കിയിട്ടല്ല. വീട്ടിൽ കോടിമുട്ട കുഴിച്ചിട്ടുണ്ട്, അടുപ്പിന്റെ മൂലയില് ചെമ്പിന്റെ തകിട് വെച്ചിട്ടുണ്ട്, അങ്ങനെ വീടിന്റെ ഹുക്കില് കുപ്പി കെട്ടി തൂക്കിയിട്ടുണ്ട്. അതിലൊന്നിലും അല്ല, നേരെ മറിച്ച് വക്കീലിൽ ഹവായിജ കുല്ലഹാ ഇലല്ലാഹി അസ്സ വജല്ല, നിന്റെ എല്ലാ കാര്യങ്ങളും അള്ളാഹുവിൽ നീ ബരമേൽപ്പിക്കും. ഇത് മുഹയ്യദ്ദീൻ ഷെയ്ഖ് പറഞ്ഞതാ. ഇത് ഇന്നേ വരെ മഹാത്മാക്കളുടെ മഹത്വം പറയുന്ന സദസ്സിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഉണ്ടോ? മുഹയ്യദ്ദീൻ ഷെയ്ഖ് പഠിപ്പിച്ച തൗഹീദിന്റെ ആദർശങ്ങൾ ഇന്നവരെ കേൾക്കാൻ സാധിച്ചിട്ടുണ്ടോ? ഇല്ല. നേരെ മറിച്ച് മുഹയ്യദ്ദീൻ ഷെയ്ഖിനെ കുറിച്ച് ഇല്ലാത്ത കുറേ നുണകള്, ഇല്ലാത്ത കുറേ മദ്ഹുകള്, കുറേ കള്ളക്കഥകള്, എന്നിട്ട് അതൊക്കെ മഹാത്മാക്കളുടെ കറാമത്തുകളാണ്. അതുകൊണ്ട് നമ്മൾ അവരുടെ പേരിൽ മാലിയും മൗലൂദൊക്കെ ചൊല്ലണം. അവരുടെ ഖബറുകൾ സിയാറത്ത് ചെയ്തിട്ട് അവിടെ പെട്ടിണ്ട്, അതേപോലെ ഉറൂസും ചന്ദനക്കൊട് സംഗതികളൊക്കെ നടക്കണം. ഇങ്ങനെ മുസ്ലിം സമൂഹത്തെ തെറ്റിലേക്കും ശിർക്കിലേക്കും സുന്നത്തി ജമാഅത്തിന്റെ പേരിൽ ചില ആളുകൾ കൊണ്ടുപോകുന്നുണ്ട്. അതുകൊണ്ട് സഹോദരന്മാരെ, നമ്മുടെ തൗഹീദിന്റെ വിഷയം
പ്രാർത്ഥനയുടെ വിഷയം അത് ഗൗരവത്തിലെടുക്കുക. കാരണം അവിടെ പിഴക്കുമ്പോഴാണ് ബാക്കിയുള്ള എല്ലാ മേഖലകളും പിഴക്കുന്നത്. ഐക്കല്ല് കടന്നു വരുന്നത്, ഏലസ് കടന്നു വരുന്നത്, നൂല് കടന്നു വരുന്നത്, ശകുനം നോക്കൽ കടന്നു വരുന്നത്, അസ്മാഉൽ ബദ്രീന്റെ പേര് വീട്ടിൽ കെട്ടിത്തൂക്കുന്ന ആ വിഷയം കടന്നു വരുന്നത്, കന്നിമൂല നോക്കുന്നത്, ജ്യോത്സ്യന്മാരെ സമീപിക്കുന്നത്, കണക്ക് നോട്ടക്കാരെ സമീപിക്കുന്നത്. എന്തുകൊണ്ടാണ്? സുന്നത്ത് ജമാഅത്തിന്റെ അടിസ്ഥാന വിഷയമായ തൗഹീദ് അള്ളാഹുവിൽ ബരമേൽപ്പിക്കാം, അള്ളാഹുവോട് പ്രാർത്ഥിക്കാം, അവനോട് കാര്യങ്ങൾ പറയാം എന്ന അടിസ്ഥാന വിഷയത്തിൽ നിന്ന് മുസ്ലിം സമൂഹം തെറ്റിപ്പോയി. എല്ലാ പുരോഹിതന്മാർ മുസ്ലിം സമൂഹത്തെ തെറ്റിച്ചു കളഞ്ഞു. അതുകൊണ്ട് നമ്മൾ വരിക ഖുർആനിലേക്ക്, നമ്മൾ മടങ്ങുക സുന്നത്തിലേക്ക്. എന്നിട്ട് അള്ളയും റസൂലും പഠിപ്പിച്ച ദീൻ എന്താണോ അത് ഖുർആനിന്റെയും ഹദീസിന്റെയും അടിസ്ഥാനത്തിൽ പഠിക്കുക. ആ ഖുർആനും ഹദീസും ആദ്യമായി മനസ്സിലാക്കിയ തലമുറയാണ് സ്വഹാബികൾ. അവരിൽ നിന്നും നേരിട്ട് ദീന് കേട്ടവരാണ് താബിഊകൾ, അവരിൽ നിന്ന് പഠിച്ചവരാണ് തബഉ താബികൾ. അവരെ കുറിച്ചാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖൈറുന്നാസി ഖർനിയും, ഏറ്റവും നല്ല തലമുറ എൻ്റെ തലമുറയാണെന്ന് പഠിപ്പിച്ചത്. ആ തലമുറ സ്വീകരിച്ച വിശ്വാസം നമ്മൾ ഉൾക്കൊള്ളുക. പക്ഷേ ആ തലമുറയുമായി ഇന്നത്തെ തലമുറകളുടെ ഇന്നത്തെ കാലഘട്ടത്തിൽ ആളുകളുടെ വിശ്വാസങ്ങളുമായി ബന്ധമില്ല, ആചാരങ്ങളുമായി ബന്ധമില്ല, അനുഷ്ഠാനങ്ങളുമായി ബന്ധമില്ല. പുതിയ പുതിയ ഒരുപാട് കാര്യങ്ങൾ പ്രതിഫലം ലഭിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് മുസ്ലിം സമൂഹത്തിലേക്ക് പല ആളുകളും കൊണ്ടുവന്നു. ഇസ്ലാം പഠിപ്പിക്കാത്ത ആശയങ്ങൾ കൊണ്ടുവന്നു. എല്ലാം സുന്നത്ത് ജമാഅത്തിന്റെ പേരില.